ഹലോ ഗൈസ്, നമ്മളിവിടെ മാനുവൽ കെട്ടാനുള്ള പരിപാടിയാണ്. സെപ്റ്റി ടാങ്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പൈപ്പ് സെപ്റ്റി ടാങ്കിലേക്കും വേസ്റ്റ് ടാങ്കിലേക്ക് 3 ലൈനും, അതായത് കിച്ചണിൽ നിന്ന് വരുന്നത്, ബാത്റൂമിൽ നിന്ന് വരുന്നത്, പിന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഔട്ട്. ഇവിടെയാണ് നമ്മൾ മാനുവൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ തറയിൽ മതിൽ കെട്ടിയിട്ടില്ലേ, മതിലാണ് കെട്ടുന്നത്. കെട്ടി കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലായിരിക്കും. കെട്ടിയതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അതിന് മുകളിൽ കാണാനില്ല. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞതാ ബേസ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസ് കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഉണ്ടോ, പെയിൻറ്റ് ബക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ഹോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസ് നല്ല സ്ട്രോങ്ങിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ മെയിൻ ഹോൾ ഈ തറയുമ്പോൾ കെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒട്ടും സ്ഥലമില്ല കേട്ടോ. അപ്പോൾ സെപ്റ്റി ടാങ്ക് എല്ലാം താഴെയാണ് നമ്മൾ പണിതിരിക്കുന്നത്. അത് ഇവരുടെ ഫ്ലോട്ട് തന്നെയാണ്. അപ്പോൾ മുകളിൽ ആ തറയുടെ കറക്റ്റ് തറ എന്ന് മീൻസ് ആ മതിലുണ്ടല്ലോ, സൈഡ് കെട്ടിയ മതിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തത്. നോക്കി നോക്കൂ, ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് 4 സൈഡും കോൺക്രീറ്റാണ് ഫില്ല് ചെയ്യണത്. സാധനം മതിലിടിഞ്ഞ് പോയാലും മേനോളം അവിടെ ഉണ്ടാവും. അത് നിലക്കാണ് സാധനം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മുടെ പരിപാടിയെല്ലാം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം എന്നല്ല, ഫുള്ള് അവസാനിച്ചു. ഇനി സ്ലാബ് അടിച്ചിടുക മാത്രമേ ഉള്ളൂ ബാലൻസ് പണി. അപ്പോൾ സംഭവം മേനോളന്ന് കണ്ടോ, വേസ്റ്റ് മേനോളന്ന് 2-3 ഇഞ്ച് പൈപ്പാണ് നേരെ വേസ്റ്റ് കുഴിയിലേക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേ 4 ഇഞ്ച് പൈപ്പ്. ഓക്കെ, സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് വേസ്റ്റ് കോൺക്രീറ്റ് റിങ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ 4 സൈഡും മെറ്റലാണ് നിറച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ മേനോൾ കവർ സ്ലാബാണ് വാർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ എല്ലാം സെപ്പറേറ്റാണ്, 3 സെപ്പറേറ്റ് സ്ലാബുകളാണ്. അപ്പോൾ ഓരോന്നും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓരോന്ന് പൊക്കി നോക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.